അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്ന് 3 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റന്മാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പി എസ് പ്രശാന്ത് പറഞ്ഞത്, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ 3 ഉദ്യോഗസ്ഥരെ കുറിച്ച് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 3 പേരെ സംബന്ധിച്ചും സംശയകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മുരാരി ബാബുവിനെ കണ്ടിട്ട് ഇത്തവണ 2024 സ്വർണം പൂശാനുള്ള അനുമതി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്വേഷണം സത്യസന്ധമായി പുരോഗമിക്കുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ഇതുവരെയുള്ള നടപടികളെ ശരിവെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് സ്ട്രോങ് റൂമില് നിലവിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണ പൂശിയിട്ടുള്ള ആ ഭാഗങ്ങൾ തുറന്ന് പരിശോധിക്കാൻ എസ്.പിക്ക് അനുവാദം കൊടുത്തതനുസരിച്ച് ശബരിമലയിൽ ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ആ പരിശോധനയോട് പൂർത്തിയാവുകയും മുമ്പുണ്ടായിരുന്ന ആ ശില്പങ്ങളും ഇപ്പോഴുള്ള ശില്പങ്ങളിലും വന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശരിയായ പരിശോധന നടത്തി കഴിയുമ്പോഴാണ് അതിൽ പൂർണ്ണത ഉണ്ടാവുന്നത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആകെ സ്വർണം അതിൽ എത്രത്തോളം ഇപ്പോൾ അതിലുണ്ട്, ബാക്കിയുള്ളത് ദേവസ്വം ബോർഡിന്റെ ഭണ്ഡാരത്തിൽ വകു വരുത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് കുറ്റമാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും വേഗം വെളിവാക്കപ്പെടും. ഉത്തരവാദികളായ പേരിൽ ഫലപ്രദമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്. ഹൈക്കോടതി സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഫലപ്രദമായ അന്വേഷണം നടത്തുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ വെങ്കടേഷ് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരള സർക്കാർ ഉടൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരവ് നൽകിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ അന്വേഷണ സംഘം അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്.